പാലക്കാട് ചിറ്റൂരിൽ 14 വയസ്സുകാരനെ കുളത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. ഇരട്ട സഹോദരനെ കാണാനില്ല. ഇരുവരെയും ഇന്നലെ മുതൽ കാണാനില്ലായിരുന്നു. വാർത്താവിവരങ്ങളുമായി സച്ചിൻ കൂടി ചേരുന്നുണ്ട്. സച്ചിൻ, ഇത്തരത്തിൽ 14 വയസ്സുകാരനെ കുളത്തിൽ മരിച്ച നിലയിൽ കാണുന്നു. മാത്രമല്ല, ഇരട്ട സഹോദരനെ കാണാനില്ല. ഏതെങ്കിലും തരത്തിലുള്ള ദുരൂഹത നിലനിൽക്കുന്നുണ്ടോ? എന്താണ് വിവരങ്ങൾ? ശ്രീനിധി, നിലവിൽ അത്തരത്തിലൊരു ദുരൂഹത നിലനിൽക്കുന്നില്ല. കാരണം ഇരട്ട സഹോദരങ്ങളാണ്. ചിറ്റൂർ സ്വദേശി കാശി വിശ്വനാഥിന്റെ മക്കളായ രാമനും ലക്ഷ്മണനും. ഇന്നലെ വൈകിട്ടോടു കൂടിയാണ് ഇരുവരെയും കാണാതായത്. തുടർന്ന് പോലീസ് അന്വേഷണം ആരംഭിച്ചിരുന്നു. എന്നാൽ ഇന്ന് രാവിലെയോടുകൂടെ അണിക്കോട് സമീപത്തുള്ള ക്ഷേത്രകുളത്തിൽ ഇരുവരുടെ പടവിൽ ക്ഷേത്രകുളത്തിന് സമീപത്ത് ഇരുവരുടെയും വസ്ത്രങ്ങൾ കണ്ടു. തുടർന്ന് കുളത്തിൽ പോലീസും അതുപോലെ തന്നെ ഫയർഫോഴ്സും നടത്തിയ പരിശോധനയിലാണ് ലക്ഷ്മണൻ എന്ന 14 വയസ്സുകാരന്റെ മൃതദേഹം കണ്ടെത്തിയത്. രാമനായുള്ള തിരച്ചിൽ ഇപ്പോൾ കുളത്തിൽ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. ചിറ്റൂർ പോലീസിന്റെ നേതൃത്വത്തിലും അതേപോലെ തന്നെ ഫയർഫോഴ്സിന്റെയും നേതൃത്വത്തിലാണ് ഇപ്പോൾ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇരുവരെയും ഇന്നലെ വൈകിട്ട് 5 മണി മുതലാണ് കാണാതിരുന്നത്. തുടർന്നാണ് പോലീസ് അന്വേഷണം ആരംഭിച്ചത്. എന്നാൽ അത്തരത്തിലൊരു കുളിക്കാനോ അല്ലെങ്കിൽ മീൻ പിടിക്കാനോ ഇറങ്ങിയതാവാം എന്നൊരു സംശയത്തിൽ തന്നെയാണ് നിലവിൽ പോലീസിൽ ഉള്ളത്. കാരണം ഇരുവർക്കും നീന്തൽ അറിയില്ല എന്ന് ബന്ധുക്കൾ വ്യക്തമാക്കിയിട്ടുണ്ട്. അതിനാൽ തന്നെ കുളത്തിൽ കുളിക്കാൻ ഇറങ്ങിയപ്പോൾ മുങ്ങി മരിച്ചതാവാം എന്ന നിഗമനത്തിലാണ് നിലവിൽ പോലീസ് ഉള്ളത്. ശ്രീനിധി, ശരി. പാലക്കാട് ചിറ്റൂരിലാണ് 14 വയസ്സുകാരനെ കുളത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. അതോടൊപ്പം തന്നെ ഇരട്ട സഹോദരനെ കാണാനില്ല. ഇരട്ട സഹോദരനായി ഇപ്പോഴും തിരച്ചിൽ പുരോഗമിക്കുകയാണ്. ഇരുവരെയും ഇന്നലെ മുതൽ കാണാനില്ലായിരുന്നു. സംഭവസ്ഥലത്ത് പോലീസ് എത്തി തുടർ നടപടികൾ സ്വീകരിച്ചു. സച്ചിൻ വള്ളിക്കാടാണ് വിവരങ്ങൾ നൽകിയത്.